ഞാൻ പറയാൻ ഇവിടെ പിന്നെ ഹാഷ്മിയും ഗോപികൃഷ്ണനും ഒക്കെ പറയുന്നത് അതിൽ നിന്നൊരു വ്യത്യസ്തമായ കാര്യമാണ്. കാരണം ഇതൊക്കെ ഒരു ജനാധിപത്യ പാർട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈ ഹാഷ്മി പറഞ്ഞതൊക്കെ അംഗീകരിക്കാം. ഇതിൽ ജനാധിപത്യം മാത്രമല്ല, ഇതിൽ ഹൈക്കമാൻഡിന്റെ നിലപാട് വളരെ നിർണായകമാണ്. അത് നമ്മൾ പല സംസ്ഥാനങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ തവണ തന്നെ 2021 പ്രതിപക്ഷ നേതാവായിട്ട് അതുവരെ സർക്കാരിനെതിരെ വലിയ പോരാട്ടം നടത്തുകയും പല കേസുകൾ, പല വിഷയങ്ങൾ പുറത്തു കൊണ്ടുവരികയും ഒക്കെ ചെയ്തിട്ടുള്ളത് രമേശ് ചെന്നിത്തലയായിരുന്നു. 2021 അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കുന്നത് സംബന്ധിച്ച് മല്ലികാർജ്ജുൻ ഖർഗെ ഇവിടെ വന്നു, MLA മാരെ കണ്ടു, അഭിപ്രായം തേടി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും എന്ന ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം ഈ അഭിപ്രായമെല്ലാം വാങ്ങി ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ ചെന്നതിന് ശേഷം തീരുമാനം മാറുന്നു. അന്ന് KC വേണുഗോപാൽ VD സതീശനെ പിന്തുണയ്ക്കുന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ട് വരുന്നു. ഇത് പല സംസ്ഥാനങ്ങളിലും, അതായത് ഇപ്പോൾ കർണാടകയിലേക്ക് നോക്കൂ. കർണാടകയിൽ DK ശിവകുമാറിനെ മുൻനിർത്തിയായിരുന്നു പോരാട്ടം കോൺഗ്രസ് നടത്തിയത്. അദ്ദേഹം പക്ഷേ അവിടെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി അധികാരത്തിലെത്തുന്ന സമയമായപ്പോൾ സിദ്ധരാമയ്യയെ മുഖ്യമന്ത്രിയാക്കി. കാരണം അദ്ദേഹം ഒരുപക്ഷെ കോൺഗ്രസ് പിളർത്തിക്കൊണ്ടുപോകും എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് അങ്ങനെ എടുത്തത്. തെലങ്കാനയിൽ അവിടെ അത് വലിയ പദയാത്ര നടത്തിയിട്ടുള്ള, സംസ്ഥാനത്ത് കോൺഗ്രസിന് ഒരു പുതുജീവൻ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദയാത്ര നടത്തിയ നേതാവാണ് മല്ലു ഭട്ടി വിക്രമാർക്ക. അദ്ദേഹം ആ തെലങ്കാന സംസ്ഥാനത്തുടനീളം നടന്ന് പ്രചാരണം നടത്തി. അന്ന് PCC പ്രസിഡന്റ് ഉത്തം കുമാർ റെഡ്ഡിയാണ്, പക്ഷേ മുഖ്യമന്ത്രിയായിട്ട് വന്നത് രേവന്ത് റെഡ്ഡിയാണ്. അത് ഹിമാചൽ പ്രദേശിൽ പ്രതിപക്ഷ നേതാവായിരുന്ന മുകേഷ് അഗ്നിഹോത്രിയാണ്. അവിടെ PCC പ്രസിഡന്റായിരുന്നത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ് ആണ്. അവിടെ പക്ഷേ നിരീക്ഷകനെത്തുന്നു ഭൂപേഷ് ബാഗൽ, പഴയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. അദ്ദേഹം ഹിമാചൽ പ്രദേശിൽ നിരീക്ഷകനായി എത്തുന്നു, ഷിംലയിലെത്തുന്നു. MLA മാരുടെ അഭിപ്രായം അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പ്രതിഭ സിംഗിന്റെ അനുയായികൾ അദ്ദേഹത്തെ അവിടെ ഹോട്ടലിൽ തടഞ്ഞതും ഘെരാവോ ചെയ്തതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ മുഖ്യമന്ത്രിയായിട്ട് വന്നതാരാണ്? സുഖ്വീന്ദർ സിംഗ് സുഖു. അത് രാഹുൽ ഗാന്ധിയുമായുള്ള അടുപ്പമാണ് ഈ സുഖ്വീന്ദർ സുഖുവിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പിന്നിൽ എന്ന ആരോപണവും അങ്ങനെ ഉയർന്നതാണ്. അങ്ങനെ ഈ തീരുമാനങ്ങളൊക്കെ ഇതുണ്ടെങ്കിലും, ഈ ജനാധിപത്യം നമ്മൾ പറയുമെങ്കിലും, ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഘടനപ്രകാരം ഹൈക്കമാൻഡിന് ഇക്കാര്യത്തിൽ ഒരു നിർണായക റോളുണ്ട്. ഇത് നമ്മൾ സ്ഥിരമായി പറയുന്നതാണ്. ഈ ജനാധിപത്യ പാർട്ടിക്കകത്ത് ഇത് ജനാധിപത്യമല്ല, ഇത് ജനാധിപത്യത്തിന്റെ അകത്ത് വരുന്നല്ല, ഇത് ഡെമോക്രസിയുടെ ഭാഗമായിട്ട് വരുന്ന സംവിധാനമല്ല. ഇതിനകത്തുള്ള ചക്കളത്തി പോരാട്ടം തന്നെയാണ്. ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കകത്ത് ഘടനയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.